ഹലോ, ഇന്ന് നമ്മൾ എക്സാമിന് വേണ്ടി റിവൈസ് ചെയ്യുന്ന ചാപ്റ്റർ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് നേരെ മൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിച്ച പോയിൻ്റ് ഉപയോഗിച്ച് വേണം ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെയുള്ള മൂവ്മെൻറ്റിന് നമ്മൾ ട്രാൻസ്ലേഷണൽ മോഷൻ എന്നും അറിയപ്പെടും. അപ്പോൾ മൂവ്മെൻറ്റ് യഥാർത്ഥത്തിൽ 3 തരത്തിലാണുള്ളത്: ട്രാൻസ്ലേഷൻ, റൊട്ടേഷൻ, പിന്നീട് ഓസിലേഷൻ. അപ്പോൾ ഇതിൽ റൊട്ടേഷനെ കുറിച്ചും ഓസിലേഷനെ കുറിച്ചും നമ്മൾ മറ്റ് 2 ചാപ്റ്ററുകളിലായിരിക്കും പഠിക്കുക. അപ്പോൾ ഈ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചില വാക്കുകൾ പരിചയപ്പെടേണ്ടത് അത്യാവശ്യമാണ്. അതിലൊരു വാക്കാണ് പോയിൻ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുമ്പോൾ ആ ഡിസ്റ്റൻസ് ഒബ്ജക്റ്റിൻ്റെ സൈസിനേക്കാളും വളരെ കൂടുതലാണെങ്കിൽ ആ ഒബ്ജക്റ്റിനെ വിളിക്കുന്ന പേരാണ് പോയിൻ്റ് ഒബ്ജക്റ്റ്. ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കേണ്ട ചില വാക്കുകളെന്ന് പറയുന്നത്, ഒന്ന് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റുമാണ് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട പ്രധാനപ്പെട്ട 2 വാക്കുകൾ. അപ്പോൾ ഇതിൽ ഡിസ്റ്റൻസ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളൊരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തോട്ട് ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോകുന്നു. നമ്മൾ ട്രാവൽ ചെയ്ത ആ പാത്ത് ലെങ്തിനെ പറയുന്ന പേരാണ് ഡിസ്റ്റൻസ്. പക്ഷെ നമുക്കറിയാം, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ നിന്ന് എൻഡ് ചെയ്ത പോയിന്റിലോട്ടുള്ള മിനിമം ഡിസ്റ്റൻസിനൊരു പേരുണ്ട്. അതിൻ്റെ പേര് ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള കമ്പാരിറ്റീവ് സ്റ്റഡി നിങ്ങൾ പഠിച്ചു വച്ചിരിക്കണം. കമ്പാരിറ്റീവ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അതെപ്പോഴും ഡിസ്പ്ലേസ്മെൻറ്റിനേക്കാൾ കൂടുതലായിരിക്കും. നേർരേഖയിലാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ഡിസ്റ്റൻസിൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും വാല്യൂ ഈക്വൽ ആയിരിക്കും. അങ്ങനെയുള്ള ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തേണ്ടത് അത്യാവശ്യമാണ്. അടുത്തതായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്ന 2 വാക്കുകളെന്ന് പറയുന്നത് സ്പീഡും വെലോസിറ്റിയുമാണ്. അതിൽ സ്പീഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ദ റേഷ്യോ ഓഫ് ഡിസ്റ്റൻസ് ടു ടൈം. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഡയമെൻഷൻ LT⁻⁻1 ആണ്. ഇനി ആവറേജ് സ്പീഡാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസിനെ ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ആവറേജ് സ്പീഡ് കിട്ടും. അടുത്ത വെലോസിറ്റി എന്നുള്ള വാക്കെന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ടു ടൈം. അതിൻ്റെ ഡയമെൻഷൻ എന്ത് തന്നെയാണ്? സ്പീഡിൻ്റെ ഡയമെൻഷൻ തന്നെയാണ്. അപ്പോൾ ഈ 2 വാക്കുകൾ തമ്മിൽ കമ്പയർ ചെയ്യുകയും നിങ്ങൾ ചെയ്യണം. അടുത്തത് ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റിനെ ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന ക്വാണ്ടിറ്റിയുടെ പേരാണ് ആവറേജ് ഡിസ്റ്റൻസ്. അടുത്തത് വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ് അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഈസ് കോൾഡ് ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി. അത് മാത്തമാറ്റിക്കലായിട്ട് എഴുതുന്നത് ലിമിറ്റ് Δt → 0 Δx/Δt. അതുതന്നെയാണ് dx/dt എന്ന് എഴുതിയാലും. യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുമ്പോൾ അത് ഈക്വൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈമിൽ ഉണ്ടാക്കുന്നതെങ്കിൽ അത് യൂണിഫോം വെലോസിറ്റിയിലാണെന്ന് പറയും. സ്പീഡും വെലോസിറ്റിയും തമ്മിലുള്ള കമ്പാരിസൺ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള കമ്പാരിസൺ പോലെ തന്നെയാണ്. സ്പീഡെന്ന് പറയുന്നത് സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. സ്പീഡ് എപ്പോഴും വെലോസിറ്റിയേക്കാൾ കൂടിയിരിക്കും. നേർരേഖയിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ സ്പീഡിൻ്റെയും വെലോസിറ്റിയുടെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. അങ്ങനെയുള്ള കാര്യം. അടുത്ത പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത്, ഈ ചാപ്റ്ററിൽ 3 ടൈപ്പ് ഗ്രാഫുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. അതിൽ ഒന്നാമത്തെ ഗ്രാഫ് എന്ന് പറയുന്നത് പൊസിഷൻ ടൈം ഗ്രാഫാണ്. അതിൽ എക്സ് ആക്സിസിൽ പൊസിഷനും വൈ ആക്സിസിൽ ടൈമുമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഗ്രാഫ് കൊണ്ട് ചില പ്രയോജനങ്ങളുണ്ട്. പ്രയോജനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എടുക്കുകയാണെങ്കിൽ, സ്ലോപ്പ് നിങ്ങൾ മാത്തമാറ്റിക്സിൽ എടുക്കുന്നത് പോലെ തന്നെ ചെയ്താൽ മതി. സ്ലോപ്പ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാൻ കഴിയും. അതുപോലെ മറ്റ് 2 ഗ്രാഫുകളെന്ന് പറയുന്നത്, ഒന്ന് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. വെലോസിറ്റി ടൈം ഗ്രാഫിൽ നമ്മൾ എക്സ് ആക്സിസിൽ വെലോസിറ്റിയും വൈ ആക്സിസിൽ ടൈമുമാണ് എടുക്കുന്നത്. ഈ ഗ്രാഫിനും മറ്റേതുപോലെ ഉപയോഗങ്ങളുണ്ട്. ഒന്ന്, ഇതിൻ്റെ സ്ലോപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആക്സിലറേഷൻ കിട്ടും. അതുപോലെ ഇതിൻ്റെ അടിയിലുള്ള ഏരിയയാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റും കിട്ടും. യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെയാണ്. ഈക്വൽ വെലോസിറ്റിയാണ് ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ വേരി ചെയ്യുന്നതെങ്കിൽ ആ ഒബ്ജക്റ്റ് യൂണിഫോം ആക്സിലറേഷനിലാണെന്ന് പറയും. ഒരുപാട് തരത്തിലുള്ള ഗ്രാഫുകൾ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഇതെന്ന് പറയുന്നത്
പൊസിഷൻ ടൈം ഗ്രാഫാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ആക്സിലറേറ്റഡ് മോഷൻ ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. ഇനി റിട്ടാർഡഡ് മോഷൻ ആണെങ്കിൽ ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. അതായത് സ്ലോപ്പ് തുടക്കത്തിൽ കൂടുതലും പിന്നീട് സ്ലോപ്പ് കുറഞ്ഞു വരികയും ചെയ്യും. ആവറേജ് ആക്സിലറേഷൻ കാണണമെങ്കിൽ ടോട്ടൽ വെലോസിറ്റിയെ ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഒരു ഇൻസ്റ്റൻറ്റിലുള്ള ആക്സിലറേഷനെ പറയുന്ന പേരാണ് ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ. ഈ ഗ്രാഫിൽ നിന്ന് നമുക്ക് 3 ഇക്വേഷൻസും ഡിറൈവ് ചെയ്യാൻ പറ്റും. അത് നമ്മളെ നോട്ട്ബുക്കിൽ പഠിപ്പിച്ചിരിക്കുന്നത് പോലെ പഠിക്കണം. v = u + at, അടുത്തത് s = ut + ½ at², അടുത്തത് v² = u² + 2as. ഈ ഇക്വേഷൻസ് എല്ലാം നിങ്ങൾക്ക് സ്ട്രൈറ്റ് ലൈനിൽ മൂവ് ചെയ്യുന്ന ഏത് ഒബ്ജക്റ്റിനെ കുറിച്ചും പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പരിഗണിക്കേണ്ടി വരുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒബ്ജക്റ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഇൻഫ്ലുവൻസിലാണെന്ന് പറയുകയാണെങ്കിൽ അവിടെ നിങ്ങൾ ആക്സിലറേഷൻ 9.8 എന്നെടുക്കണം. ഈ ഗ്രാഫിൽ നിന്നും നമുക്ക് ഡയറക്റ്റായിട്ട് അടിയിലുള്ള ഏരിയ കണ്ടും സ്ലോപ്പ് കണ്ടും ഇക്വേഷൻസ് ഓഫ് മോഷൻ ഡിറൈവ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറയുന്നത് റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതായത് ഒന്നിലധികം ഒബ്ജക്റ്റ് ഉണ്ട്, അവരുടെ വെലോസിറ്റി കമ്പയർ ചെയ്യേണ്ടി വരുമ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു ടേമാണ് റിലേറ്റീവ് വെലോസിറ്റി. അപ്പോൾ അതിൽ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്റ്റ് എ ആണ് കാണേണ്ടതെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ VBA = VB - VA എന്നാണ്. അടുത്തത് പല തരത്തിലുള്ള ഗ്രാഫുകൾ നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇപ്പോൾ 2 ഒബ്ജക്ട്സ് മൂവ് ചെയ്യുന്നു. ഇപ്പോൾ ഈ ഗ്രാഫ് പരിഗണിക്കുകയാണെങ്കിൽ രണ്ടും സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫുകളാണ്. അതിൻ്റെ സ്ലോപ്പ് രണ്ടിനും സെയിം ആണ്. അപ്പോൾ രണ്ടിൻ്റെയും വെലോസിറ്റിയും സെയിം ആയിരിക്കും. അടുത്ത ഗ്രാഫിൽ ഒരെണ്ണത്തിൻ്റെ സ്ലോപ്പ് മറ്റുള്ളതിനേക്കാളും അല്പം കൂടുതലാണ്. അടുത്ത ഗ്രാഫിലും ഇതുപോലെ തന്നെയാണ്. ഒരു ബോഡി അങ്ങോട്ട് പോകുന്നു, മറ്റൊരു ബോഡി ഇങ്ങോട്ട് വരുന്നു. ആ സമയത്തുള്ള കമ്പാരിസണാണ് ഈ ഗ്രാഫിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഇത്രയും പോയിൻറ്റ്സാണ് നിങ്ങൾ റിവിഷന് വേണ്ടിയിട്ട് പഠിക്കേണ്ടത്.